Dear students, you might have heard the famous English classic movie, The Sound of Music. And the title song, there is the line, "How can we solve problems like Maria?" Human beings are identified as problems. Are you ready? Yeah, problems. Everywhere, problems. People call it problems. They grow in problems. Anywhere, everywhere, problems. It will come and go. You will shine again. Just breathe. Just breathe in. Just think a while. Be brave. You are the warrior. But you are not a problem. എന്താ പ്രശ്നം? +2 = 47. Then 5x = 47 - 2. 5x = 45. So x = 45 by 5. Okay? 45 by 5 = what? Anybody? Okay, good. Aknel. Yes, ma'am. Come here. Keep these books in the staff room. Okay, miss. Yeah. Thank you. ഇതിപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കണ്ടേ? ഈ പേഴ്സ് സ്റ്റാഫ് റൂമിലായിരുന്നുള്ളത് ഉറപ്പാണോ? സിസ്റ്ററെ, ഉറപ്പായിട്ടും. ഞാൻ അതിന് എന്തിനാ കള്ളം പറയുന്നത്? സ്റ്റാഫ് റൂമിൽ തന്നെയായിരുന്നു പേഴ്സ്. പോരാത്തതിന് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. നമ്മുടെ മഞ്ജു മിസ്സിന്റെ ഒരു ഹെഡ്സെറ്റ് കാണാണ്ട് പോയി. നല്ല വില കൂടിയ ഒരു ഹെഡ്സെറ്റ്. പിന്നെ നമ്മുടെ ഹിമാ മിസ്സിന്റെ ഒരു മേക്കപ്പ് സെറ്റ്. ഇന്നിപ്പോ എന്റെ പേഴ്സും പോയി. ഇത് ടീച്ചേഴ്സ് ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. വേറൊരാൾ യൂസ് ചെയ്ത മേക്കപ്പ് കിറ്റൊക്കെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യത്തില്ല. സിസ്റ്ററെ, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം നമ്മുടെ പിള്ളേരുടെ എന്തോ കുസൃതരാണിത്. ഈ സ്റ്റാഫ് റൂമിൽ നിങ്ങളല്ലാതെ അവസാനം ആരാണ് വന്നത്? ടീച്ചേഴ്സ് അല്ലാതിപ്പോ നമ്മുടെ ആക്നലില്ലേ, ആക്നലിൽ ഞാനിങ്ങനെ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്റെ പ്ലേസിൽ വെക്കാൻ പറഞ്ഞു. ഏതാ മിസ്സിന്റെ ക്ലാസ്സിൽ ആക്നലാ? അവനാ ലാസ്റ്റ് വന്നത്. പക്ഷെ അവൻ നന്നായിട്ട് പഠിക്കുകയും എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ. അവനെ അങ്ങനെ സംശയിക്കാൻ എന്റെ മാതാവേ. അവനൊരു പഞ്ചാബം പിടിച്ചൊരു കൊച്ചല്ലേ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വേണോടാ? ചേട്ടാ, ഒരു പപ്സും കൂടെ. അവൻ അങ്ങനെ ചെയ്യില്ല മിസ്. അവൻ അതിനുള്ള ധൈര്യം ഇല്ല. എനിക്ക് തോന്നില്ല കേട്ടോ അവനെടുക്കുന്നു. ചേട്ടാ, എത്രയായി? 10,000 രൂപ ഉണ്ടായിരുന്നതുമായിരുന്നു അതിനകത്ത്. അയ്യോ, 520 രൂപ ഉള്ളല്ലോ. ബാക്കി നാളെ തന്നാ മതിയോ? എന്തായാലും നമുക്ക് അന്വേഷിക്കാം. ഞാൻ ഫുട്ടേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ സിസ്റ്റർ. Agnel, switch the radio off after the program. Yes, sir. And lock the door. Sure, sir. I'll be in the staff room. Okay? All the best. Thank you. Radio Misty, broadcasting brilliant. Good afternoon, Krista Jodi. You are listening to Radio Misty. It's me, RJ Agnel. Today, let's think about the famous saying, honesty is the best policy. Honesty, not just about telling the truth. It is about being sincere, trustworthy, and transparent in all aspects of our life.
And without trust, our connections with others lose their depth and significance. ശരി, ഇതിപ്പോൾ ആഗ്നലാണ് പൂട്ടിയിട്ട് ഇറങ്ങിയെന്ന് സാറിന് ഉറപ്പാണോ? സിസ്റ്റർ എന്നെ ഈ പറഞ്ഞേ, ഞാനല്ല അവനോടത് പൂട്ടാൻ പറഞ്ഞത്. എന്നിട്ട് ആഗ്നൽ എന്തേ പോയാ? അവനവിടെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവനെങ്ങ് വിളിക്ക. ആഗ്നൽ, come to the principal's room. May I come in, sister? Get in. Today's radio program was excellent. Thank you, sister. Do you know why did I call you now? No. I suppose you have closed the radio room after the program. Yes, sister. And now the problem is the mic is missing. Do you have any idea? No. Was the mic there while you were leaving the room? Yes, sister. പിന്നെ നീ പൂട്ടി ഇറങ്ങിയ സ്റ്റുഡിയോ ഞാനാണ് എടുത്തോണ്ട് പോയ മൈക്ക്. ആഗ്നലെ, എന്നോട് നുണ പറയുന്ന എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. നിന്റെ പേര് പല കംപ്ലൈൻറ്റ് ഇവിടെ ഉണ്ടായിട്ട് നിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉള്ളതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് വിളച്ചിലിറക്കൽ കേട്ടോ. നിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇത് നിന്റെ കയ്യിലുണ്ടെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ എനിക്ക് വീട്ടിൽ പറയില്ലേ? പോ. ചിന്ത സാറേ, സിസ്റ്ററെ, എൻ്റെ കൂട്ടുകാരന്മാരോട് കളിക്കുന്നില്ലേ? അമ്മരോട് കളിക്കണ്ടായിരുന്നു, ഞാൻ പോയി നോക്കാം. അവരെ വിളിച്ചേ. സിസ്റ്റർ എന്നെ ഈ പറയുന്നേ, ശരിക്കും സിസ്റ്റർ ആഗ്നന്റെ വീട്ടിലേക്ക് തന്നെയാണോ വിളിച്ചത്? അവൻ മോഷ്ടിക്കുന്ന സിസ്റ്റർ തോന്നുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെയല്ല അവനെ വളർത്തുന്നത്. എന്റെ പൊന്നു സിസ്റ്ററെ, സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ വീട്ടിൽ വന്ന് പറയാറുണ്ട്. പോരാത്തേന് സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും അവൻ ആക്റ്റീവ് ആണെന്ന് സിസ്റ്റർ തന്നെയല്ലേ പറഞ്ഞത്. അവനൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണെന്നും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ മോഷ്ടിക്കുന്ന കാര്യം, നിലവിൽ അതിന്റെ ആവശ്യം അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ വീടില്ല. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ വെറുതെ ഒരു കുട്ടിയെ പറ്റി വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരു കാര്യം ചെയ്യാം, എന്തായാലും നാളെ സ്കൂളിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. അയ്യോ, നാളെ പറ്റത്തില്ല സിസ്റ്ററെ. നാളെ ആന്റിയുടെ കൊച്ചിന്റെ ഉറപ്പീര. എന്തായാലും സിസ്റ്ററെ, അവന്റെ പപ്പ വരട്ടെ, ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. എന്തായാലും നാളെയോ മറ്റന്നാളോ രണ്ടാളും സ്കൂളിലേക്ക് നിർബന്ധമായിട്ടും വരണം. സിസ്റ്ററെ, ഓക്കെ. I hope you understand. So what are these rocks? A rock is a solid mass of minerals. Yeah, rocks are the solid substances that found on the surface of Earth. Mainly the rocks are classified into three. Alona, what is the outermost layer of Earth? Didn't I tell you to revise and come? It's a question to the whole class. Not only to Alona. Solid crust. Solid crust. So coming back to the point, the rocks are classified into three. They are the igneous rocks, metamorphic rocks, and the sedimentary rocks. What's going on there? Agnel, you don't make any noise there, okay? Be attentive in the class. Come on, boys. ശ്രദ്ധിക്കുന്നുണ്ടെന്നാ? സാധനം. എടാ മോനെ, എങ്ങനെയാണോ ഇതൊക്കെ? എടാ, വിട്ടോ. എടാ, ഒന്ന് ഓടി വാടാ. ഒരു പയ്യനെ കണ്ടല്ലോ അവിടെ. ദേവനെ കൂടെ കണ്ടു കേട്ടോ. ഇതവനെടുത്തില്ല, എടുത്തേ. ഇവനൊക്കെ ഒരു പേടിയില്ലാട്ടോ ഇത്ര ചെറുപ്പത്തിലേ. ഇവനാ ട്രഷറിലെ സണ്ണിച്ചേണ്ട പയ്യനാണോ? ആ സണ്ണിച്ചേണ്ട പയ്യൻ ഒരു ആൾക്കാരെ പോലും നോക്കുന്നില്ല. ചാക്കോ, നീ ഒന്നാമത്തെ ക്യാമറ സൂം ചെയ്തേ. ഒരു മിനിറ്റ്, എന്താ പ്ലാൻ? വണ്ടി നോക്കിയിരിക്കുന്ന സ്കൂൾ ബസ് അതേ കയറി പോണുള്ളവൻ. എടാ, അതെ ആ സാധനം എടുത്തണം ബസ്സേ കയറി പോണു. എന്നാ ചെയ്യണെന്ന് പറയടാവി. ഈ പിള്ളേരെ എന്തിനാ സ്കൂളിൽ കൊണ്ടുപോണേ? വൈകിട്ട് വരുമല്ലോ, വൈകിട്ട് പിടിക്കാം. സണ്ണിച്ചേൻ്റെ പയ്യനാന്നല്ലോ.
അവനൊന്ന് നോക്കുന്ന പോലും ഇല്ല കേട്ടോ അങ്ങോട്ട്. എടാ കൊച്ചേ, എടാ എടാ പോരെ. എന്നാണല്ലോ നിക്കാൻ പറഞ്ഞേ? ഡാ. ഡാ, ഇവിടെ നിന്നെടാ. നിക്കടാ അവിടെ. ഒരു കാര്യം ചോദിക്കണേ. എടാ മോനെ, ഒരു കാര്യം പറയാൻ നിക്ക്. നീ ഓടണേ. പേടിക്കണ്ട പോലെ. എടാ എന്നോടല്ലേ പറഞ്ഞു ഓടണെന്ന്? എടാ, ഒരു കാര്യം ചോദിക്കണേ. നിക്കടാ. എടാ, ഓടണ പോണ നീ ഒരു കാര്യം ചോദിക്കണ. അയ്യോ, വീട്ടിൽ ഞങ്ങൾ വന്നപ്പോഴാണോ? എടാ, കൊച്ചാ നിക്കടാ. നിക്കടാ. എടാ, ഓടിക്കല്ലടാ. എന്താണ് പ്രശ്നം? തോന്നിയാസം കാണിച്ച് നീ അഭ്യാസം ഇറക്കുന്നോ? നീ എന്താണ് കാർഷിക എടുത്തോണ്ട് പോയേ? നീ സണ്ണിച്ചേട്ടനെ ഇറങ്ങല്ലേ? നിന്റെ അപ്പുറം നമ്പറും കൊടുത്തടാ. ഒരു ചായ കുടിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയിരുന്നു. ഇങ്ങോട്ടാ. നിന്റെ അപ്പനൊക്കെ ഞാൻ ശരിക്കും അറിയാന്നാ. കണ്ണു പറഞ്ഞ എന്നിട്ട് നീ പോയാ മതി. വേണ്ട സണ്ണി ചേട്ടാ, ഞാൻ ആ സ്കൂളിലേക്ക് എടുത്തോണ്ട് കണ്ട മനസ്സിലായ? ഇവനെ ഞാൻ മനസ്സിലാക്കില്ല. അവൻ കക്കാൻ ഇറങ്ങിയേക്കുന്നു ഒരൊറ്റ കീറ. വേണ്ട 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 വേണ്ട. നമുക്ക് കിട്ടിയ ആളെ നമുക്ക് കിട്ടി. കൊച്ചെ പേടിക്കണ്ട കേട്ടോടാ, പേടിക്കണ്ട. പപ്പ ഇന്നലെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചായിരുന്നു. അതെ അതെ കേൾക്കുന്നുണ്ട്. ഞാൻ PTA മീറ്റിംഗ് 8:30 പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാലേ, എക്സ്ക്യൂസ് മീ സിസ്റ്ററെ, ഒരു മിനിറ്റ്. ആ, നിങ്ങൾ ഇന്ന് വരില്ല തിരക്കാന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നേ? ഇന്നലെ സിസ്റ്റർ വിളിച്ച കാര്യം ബെറ്റി പറഞ്ഞായിരുന്നേ. അതെ, ഞാൻ വിളിച്ചായിരുന്നു. അത് ഒരു ചെറിയ പ്രശ്നമുണ്ട് സിസ്റ്ററെ. 10 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെൻഡ് ചെയ്യാമോ? അതിനെന്താ, വരൂ വാ. സിസ്റ്ററെ, എൻ്റെ അനിയത്തി ഡോക്ടറാ, അപ്പച്ചൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാ, എൻ്റെ ആങ്ങള പോലീസ് ഉദ്യോഗസ്ഥനാ, ഇങ്ങേരാണേ ട്രഷറിയിലും. സിസ്റ്ററിന് അറിയാലോ, ഇങ്ങേരുടെ കുടുംബത്തിലോ എൻ്റെ കുടുംബത്തിലോ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ കട്ടും മോട്ടിച്ചും ജീവിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുന്ന് ഈ പിള്ളേരുടെ കൂടെ കൂട്ടുകൂടി ഇവിടുന്ന് പഠിച്ചതാ, അല്ലാതെ എങ്ങനെയാ? ബെറ്റി ഒന്നും മിണ്ടായിരുന്ന ബെറ്റി. സിസ്റ്ററെ, ഇവൻ നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് പാടുന്നു, മിടുക്കാന്നൊക്കെ സിസ്റ്റർ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നാ സിസ്റ്റർ ഇവനെ പറ്റിയേ? ആഗ്നയിൽ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് നിന്നാ മോനെ. ചേട്ടൻ പറഞ്ഞതെല്ലാം 100% ശരിയാണ്. ഇവൻ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പാടും, നന്നായിട്ട് കളിക്കും, നന്നായിട്ട് കക്കും. നമ്മൾ ഇത് അംഗീകരിച്ചേ പറ്റൂ. ഇത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇന്നലെ സ്കൂളിലെ മൈക്ക് കാണാതെ പോയ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. അപ്പൊ ബെറ്റി ചേച്ചി എന്താ പറഞ്ഞതെന്ന് ചേച്ചിക്ക് അറിയാലോ. ഇതിനു മുമ്പും ഇവിടെ ആഗ്നലിനെ സംശയിക്കത്തക്ക വിധത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ടില്ല, കാരണം നമുക്കൊരു കുട്ടിയെ അനാവശ്യമായിട്ട് അങ്ങനെ ആരോപിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്നലത്തെ സംഭവത്തിൽ അത് ഇവനാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്തു, അതിനുശേഷമാണ് ഇത് അറിയിച്ചത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇതൊരു റിയാലിറ്റിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി അംഗീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോംവഴി. വേറെ ഒരു മാർഗവും ഇതിനില്ല. സിസ്റ്റർ എന്നാ സിസ്റ്റർ ഉദ്ദേശിക്കുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ വരെ മോഷ്ടിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു സിസ്റ്ററെ. ഇന്ന് വർക്ക്ഷോപ്പിൽ വെച്ച് അത് നേരിട്ട് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല സിസ്റ്ററെ. സണ്ണിച്ചേട്ടൻ വിഷമിക്കാതെ. ഈ പ്രായത്തിൽ പിള്ളേർ ഇങ്ങനെയൊക്കെയുള്ള ചില ബിഹേവിയറൽ ഡിസോർഡേഴ്സൊക്കെ കാണിക്കും. ഇപ്പം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള പിള്ളേരെ കണ്ടിട്ടില്ലേ? നമ്മളത് പറയുന്നതിനെക്കാട്ടിലും ഇത് ടെക്നിക്കലായിട്ട് ഇത് അറിയാവുന്ന, ഇതിൻ്റെ കാരണം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാവുന്ന ഒരാളെ കണ്ട് നമുക്ക് സംസാരിക്കാം. മോൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ കൗൺസിലറെ ഒന്ന് കാണാം. അവർ ഡോക്ടറാണ്, അവർ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. എന്തായാലും സിസ്റ്റർ നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ കുറച്ച് നാൾ മോൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ. അവൻ്റെ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അതേ സിലബസ് തന്നെ ഫോളോ ചെയ്യാൻ, കുഴപ്പമില്ല. കുറച്ചൊന്ന് മാറി നിന്ന് അവനൊരു ഹെൽപ്പൊക്കെ കിട്ടുമ്പോൾ ശരിയാവും. സിസ്റ്ററെ, അതിപ്പോൾ അവനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അത് കുഴപ്പമില്ല സിസ്റ്ററെ, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ.
ആഗ്നലിനോട് കുറേ അധികം സംസാരിച്ചു. അവൻ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്, ബ്രില്യൻ്റ് ആണ്. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷേ അവന് ചെറിയൊരു കാര്യം ബോദർ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പഴുത്ത പേരയ്ക്കുള്ള ഒരു പേരമരമുണ്ട്. പക്ഷേ നമ്മൾ റിലേറ്റീവ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പേരയ്ക്കാണ്ട സ്വാഭാവികമായിട്ട് നമ്മളത് പറിക്കും. നമുക്കത് തിന്നാനുള്ള അത്യധികമായ കൊതി കൊണ്ടൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ളൊരാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നു. എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ കാര്യത്തിൽ ചില കൗതുകമുള്ള വസ്തുക്കൾ കാണുമ്പോൾ അവൻ അത് അറിയാതെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി അവൻ്റെ ഉള്ളിൽ നിന്ന് വരിക. ഇങ്ങനെയുള്ളൊരു ഫീലിങ്സിന് നമ്മൾ സയൻറ്റിഫിക്കലി പറയുന്നത് ക്ലെപ്റ്റോമേനിയ എന്നാണ്. മോഷണം എന്നുള്ളൊരു ലേബലിൽ അതിനെ പെടുത്താൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലൂടെയാണ് മോനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടും സൈക്കോതെറാപ്പി കൊണ്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്വാഭാവിക പ്രത്യേകത കാണിക്കുന്ന ഒരു കുട്ടി ഒരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുള്ള ആളാകണമെന്നോ, അവർക്ക് മെഡിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നോ, പഠന വൈകല്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും കാണിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. കുട്ടികളിൽ ഇത്തരം സ്വാഭാവിക പ്രത്യേകതകൾ വരാനുള്ള കാരണം ധാരാളമുണ്ട്. ഒരു പ്രധാന കാരണം ലോ സെൽഫ് എസ്റ്റീമാണ്, അവനവനെക്കുറിച്ചൊരു മതിപ്പില്ലായ്മ. പിന്നെ പിയർ പ്രഷർ കൊണ്ടും കുട്ടികൾ ഇങ്ങനെ ചെയ്യും, അതായത് മറ്റുള്ളവർ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യാനൊക്കെ. എന്തായാലും അവരുടെ ബ്രെയിനിലെ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇത്തരം സന്തോഷങ്ങൾ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഡോപ്പമിൻ കൺട്രോൾ ചെയ്യാനുള്ള എക്സസൈസാണ് നമ്മൾ ഇത്തരക്കാർക്ക് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാനും പോസിറ്റീവാക്കി നിലനിർത്താനും വേണ്ടി അവർക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക. അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെയായിട്ട് യോഗ, മെഡിറ്റേഷൻ, സൈക്കോതെറാപ്പിയൊക്കെ പരിശീലിപ്പിക്കുക. ഫിസിക്കൽ എക്സസൈസ് നന്നായി ചെയ്യിപ്പിക്കുക. അവരുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അവരെ നിരന്തരം ശ്രവിക്കുകയും അവരോട് പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. എന്നാലും പൂർണ്ണമായൊരു ചേഞ്ച് എല്ലായ്പ്പോഴും സാധ്യമാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ള ആളുകൾക്ക്, അതായത് മാതാപിതാക്കൾ, അധ്യാപകർ, ഫ്രണ്ട്സ്, ഇവരെയൊക്കെ ഇക്കാര്യം മനസ്സിലാക്കി അവനെ ഒരു കള്ളനും പ്രശ്നക്കാരനുമായി കാണാതിരിക്കുക എന്നുള്ളത്. മറിച്ച് അവനെ മനസ്സിലാക്കുക, നിരന്തരം ശ്രദ്ധിക്കുക, അവൻ്റേതല്ലാത്ത സാധനങ്ങളൊക്കെ കൈവശം കണ്ടാൽ കൃത്യമായി അന്വേഷിക്കുക, നിരന്തരം ഗൈഡ് ചെയ്യുക. Okay, students, anyone who hasn't given back the answer sheets, please stand up and give the answer sheets, okay? Thank you. Agnel. Yes, miss. Can you put this on my desk? Yes, sure, miss. Thank you. ഗുരുനാമം ജപമായി മനസ്സിൽ നീ നിറമായിടാൻ നിധിയേ ഗുരുനാമം ജപമായി മനസ്സിൽ